എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ലടി, എന്തേലും കുറ്റവും കുറവും കണ്ടാലേ വിശേഷങ്ങൾ ഓൺ ദി സ്പോട്ടിൽ പിണങ്ങുന്ന ചേട്ടത്തി എടുത്ത് പറഞ്ഞ. ഈ അങ്കിൾ എന്താ പിണങ്ങാൻ വേണ്ടി ജനിച്ചതോ? എനിക്ക് തോന്നുന്നു അങ്കിളുടെ അച്ഛനും മുമ്പ് പിണങ്ങിയിരുന്നപ്പോഴാണെങ്കിലും അങ്കിൾ ജനിച്ചത്. ആ ശരിയാടാ. പിന്നെ അല്ലാതെ ഇങ്ങനെയുണ്ട് ഒരു പിണക്കം. ആ എനിക്കാണെ പേടിയായിട്ടും വയ്യ. നീ ഇതിനെ പട്ടാപ്പകല് പേടിക്കുന്നേ? എടാ പുള്ളിക്കാരൻ വന്നിട്ടേ എല്ലാം കൂടെ ദൂർത്തടിച്ച് കളഞ്ഞാലോ? അതുറപ്പല്ലേ, പുള്ളിക്കാരെ ദൂർത്തടിക്കാനും പിണങ്ങാനും മാത്രമേ അറിയാവൂ. എന്റെ ദൈവമേ, ഞാൻ ഉണ്ടാക്കിയ പൈസ മൊത്തം 2 ദിവസം കൊണ്ട് ദൂർത്തടിക്കുമെന്നാ തോന്നുന്നു. അതൊന്നും തീരൂല. നിന്റെ പൈസ തീരാൻ എത്ര ദിവസം എടുക്കുന്നു അത്രയും ദിവസം ഋഷേഷങ്ങൾ ഇവിടെ നിന്നിട്ടേ പോവും. ഒന്ന് പോടാ അവിടുന്ന്. നാത്ത് പറഞ്ഞ് 2 ദിവസം കൊണ്ട് എന്തായാലും പോകുന്നു. ചേട്ടത്തെ എങ്ങനെ വലതും പറയും. ഋഷേഷങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പറ. ഇവിടെ നിന്നിട്ട് താത്തൂനെ കേൾപ്പിക്കണം. ഇങ്ങോട്ട് വാ, നമുക്ക് അപ്പുറത്ത് പോയി തീർന്നില്ല. മതി. അത്രയും വൃത്തിയാക്കി മതി. അത്രയും വൃത്തിയാക്കി മതി. എടാ എന്തേലും ഒരു ഐഡിയ പറഞ്ഞതാടാ. രണ്ടുപേരും കൂടെ അങ്ങോട്ട്. ചേട്ടാ ഇവൻ പറയാണ് ഋഷികേശങ്ങള് കുറെ ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന്. ആ അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോണ മനുഷ്യനല്ല അദ്ദേഹം. എന്താ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു തവണയും കൂടെ അങ്കിളിന്റെ വരവ് മുടക്കിയാലോ? എന്നെ വിട്ടേരെ, നിങ്ങൾ വേണമെങ്കിൽ മുടക്കിക്കോ. ചേട്ടാ അങ്ങനെ പോവല്ലേ? ചേട്ടനിപ്പോ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിൽ ചില നോക്കുന്നത് പാവം കിളിയില്ലേ. എടാ പോടാ ഇറക്കാം അവിടെ നിന്ന്. പലതവണ ഞാൻ അദ്ദേഹത്തിന്റെ ഇങ്ങോട്ടേക്കുള്ള വരവ് മുടക്കി പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഒരിക്കൽ കൂടെ പിടിക്കപ്പെട്ട ആശ എൻ്റെ അടുത്ത് ക്ഷമിക്കൂല. അതുകൊണ്ട് എന്നാ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഐഡിയ പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ നടത്തിക്കോളാം. ഞാൻ ഐഡിയ പറഞ്ഞു തരാം. പക്ഷേ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പേ ഇദ്ദേഹം പോയിട്ട് അവളുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നേട്ടാ ഞാൻ പറയത്തൊന്നുമില്ല, എന്റെ റൂം പോകുന്ന കേസാ. ശരി എന്നെ വിട്ടേരെ. എനിക്ക് ഓ ഇല്ല ചേട്ടാ നിങ്ങൾ ചെയ്തോ. ഇതിനുള്ള ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. പോകാൻ പറ. എന്തിനാ അവിടെ കിടന്ന് യാചിക്കുന്നത്? ആരും ചെയ്യത്തുമില്ല. ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വിശേഷങ്ങൾ വന്നാൽ എന്റെ റൂം കേട്ടാ എല്ലാം ഇപ്പോഴേ പൊളിയും. അതെ ഒരു 2000 രൂപ ഉണ്ട് എടുക്കാൻ. എന്തിനു 2000 രൂപ? സുമേഷിന് കൊടുക്കാൻ. അതിനിപ്പോ 2000 രൂപ? അച്ഛൻ അവന്റെ റൂമിലാണ് കിടക്കാൻ പോകുന്നത്. അപ്പൊ അവന് ഹോട്ടലിൽ മുറി എടുക്കാൻ 2000 രൂപ വേണമെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല, എവിടെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷെ അച്ഛൻ വരുമ്പം ഒരാളിങ്ങനെ വഴി കിടക്കുന്നത് മോശമല്ലേ? അപ്പൊ ഞാൻ അവനിപ്പോ 2000 രൂപ കൊടുക്കണം. ഞാൻ നല്ല മനുഷ്യനായിട്ട് അവൻ 2000 രൂപ കൊടുത്തോളാം, പോരെ? ആ അത് മതി. അതല്ല, അച്ഛൻ വരുമ്പോ നമുക്കൊരു ചെറിയൊരു സ്വീകരണം ഒരുക്കണ്ടേ? അച്ഛൻ വരുമ്പോഴാ സ്വീകരണം? നമുക്ക് എല്ലാരും കൂടെ വെളിയിൽ സന്തോഷത്തോടെ ഇറങ്ങി സ്വീകരിച്ചാ പോരെ? അത് മതി. അത് മതി. അച്ഛൻ വരുന്നവരെ നീ അറിഞ്ഞില്ലേ? അറിഞ്ഞ. എന്നിട്ട് നീ അവന് കൊടുക്കാൻ പലാരെന്നാണ് വാങ്ങിച്ചോണ്ട് വരാൻ തരുന്നത്? അയ്യോ ഞാൻ മറന്ന്. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. നിന്റെ അച്ഛൻ എന്തോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, അച്ഛൻ എല്ലാ പലഹാരവും ഇഷ്ടമാണ്. മേടിച്ചു. മാലഡു ഇഷ്ടമാണ്. മാലഡു ലഡു അങ്ങനെ ലഡു കഴിച്ചിട്ടില്ലേ? വാങ്ങിച്ചിട്ട് മേടിച്ചെന്നല്ലേ കഴിക്കും. അല്ല ഒന്നുമില്ല, മേടിച്ചോണ്ടോ. എന്തെല്ലാം വാങ്ങിച്ചു വന്നേക്കുന്നത്. ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലെന്നേ പറയുള്ളൂ അച്ഛമ്മ. മാലഡു അച്ഛമ്മയ്ക്ക് അറിഞ്ഞൂടെ? മാലഡു ഓ അറിയാം. അത് വാങ്ങിച്ചു കൊടുക്ക അച്ഛന്. ലഡു അതാ നല്ലത്. മാലഡു ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉരുട്ടി കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചിട്ട്. ശരി. എന്തേലും കാര്യമായിട്ട് മേടിച്ചോ. പൈസ കാര്യമായിട്ട് മേടിക്കും. അമ്മ അപ്പൂപ്പ വരാറായോ? 1 മണിക്കൂറിനുള്ളിൽ വരും. ഓ എന്തൊരു സന്തോഷം അപ്പൂപ്പൻ വന്നെന്ന് പറഞ്ഞപ്പോ. കൊറേ നാളായി മുത്തശ്ശി അപ്പൂപ്പനെ കണ്ടിട്ട്. അത് ശരിയാ. അമ്മ അപ്പൂപ്പനെ കിടക്കാനുള്ള റൂമൊക്കെ റെഡിയായോ? അത് 2 ദിവസത്തേക്ക് ചിറ്റപ്പൻ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അത് മതി. അച്ഛാ അന്നേ മേളത്തെ റൂമില് വാടകയ്ക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞ അച്ഛൻ ഒരു നാടകം കളിച്ചില്ലായിരുന്നോ? അതുപോലത്തെ എന്തെങ്കിലും പുതിയ ഐറ്റം ഇരിപ്പുണ്ടോ കയ്യില്? പിന്നെ എനിക്ക് നാടകം കളിയായിരുന്നല്ലോ പണി. ഇവിടെ ഒരു എയർ മാർഷലിനോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ഓർമ്മ വേണം കേട്ടാ. അല്ല നിനക്കിപ്പോ എന്തിനു നാടകമൊക്കെ? ഇപ്പൊ അങ്ങനെ ഒരു നാടകം കളിച്ച് ഋഷികേശങ്ങളുടെ വരവ് മുടക്കാന്നുള്ളത് എന്റെ മാത്രം ആവശ്യമാണല്ലോ. ഞാനാണല്ലോ ഇവിടുത്തെ ചെലവ് നോക്കുന്നത്. അച്ഛാ എന്റെ റൂം ഋഷികേശങ്ങളിൽ കൊടുക്കാൻ പോകുന്നു. ഞാൻ എവിടെ പോയി കിടക്കുവച്ചാ? ഇവിടെ നാണം ഇല്ലടാ. ഇങ്ങനെ ദിവസം വന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ ആദ്യം പോയി എന്തെങ്കിലും പണി ചെയ്യാൻ നോക്ക്. സ്വന്തമായിട്ട് കാശുണ്ടാക്കിയിട്ട് ഒരു വീട് വെച്ച് മാറി താമസിച്ചൂടെ നിനക്ക്? അച്ഛൻ അവനുമായിട്ട് ഇപ്പൊ അടി ഇട്ടോണ്ടിരിക്കാതെ എന്ത് ചെയ്യും എന്നൊന്ന് പറഞ്ഞു തരുമോ? എന്ത് ചെയ്യുന്ന അടി? ഇടി എവക്കെ ഋഷികേശ് വരുന്നത് വീണ്ടും മുടക്കണമെന്ന്. നിങ്ങളിപ്പം ഒന്ന് ചുമ്മാ ഇരിക്കാവുന്നുണ്ടോ? മുടക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ വന്ന് 2 ദിവസം നിന്നിട്ട് അങ്ങ് പൊക്കോളും. എന്റെ അമ്മ എല്ലാരും പറയുന്നത് അങ്കിള് വന്നാ അങ്ങനെ ഒന്നും പോകത്തില്ലെന്നാ. അത് നമുക്ക് നോക്കാന്നേ. 2 ദിവസം നിന്നിട്ട് അങ്ങനെ പോകുന്നില്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ പിന്നെ ഈ 2 ദിവസം പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെ മുടക്കും അത്? അത് ഞാൻ ഓടിച്ചോളാം. എന്നെ കൊണ്ടൊന്നും വയ്യ ഊഞ്ഞാലത്ത് കിടന്ന് ഉറങ്ങാനൊന്നും. അപ്പൊ നീ ഊഞ്ഞാലിൽ കിടക്കാൻ തീരുമാനിച്ചോ? പിന്നല്ലാതെ ഞാൻ എവിടെ കിടന്ന് ഉറങ്ങാനാ? ഇവിടെ ഒരു വീട്ടിനകത്തൊരു കാറുണ്ടാ, ഞാൻ കാറിനകത്തേലും കയറി കിടന്ന് ഉറങ്ങായിരുന്നു. 3 ദിവസത്തിനകത്ത് ഋഷേഷങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ ഈ വീട് കത്തിക്കും. എന്തുവാടേ നീ എലിയെ പിടിച്ചില്ല ചൂടോടെ? അപ്പൊ ഇവിടെ എലിയുണ്ട്. ഞാൻ ഊഞ്ഞാലിൽ കിടന്ന് ഉറങ്ങി എലിയെ വന്ന് കടിച്ചാൽ എന്ത് ചെയ്യും? എന്റെ പൊന്നെ ഇവനോട് സംസാരിച്ചോണ്ട് നിൽക്കണ്ട. അമ്മ അച്ഛാ നമുക്ക് അകത്ത് പോയെങ്ങനെ സംസാരിക്കാം. നിങ്ങൾ പോയി അങ്ങോട്ട് സംസാരിക്കും. ഞാനേ പോയിട്ട് ആ പിക്കാസ് വാങ്ങിക്കിട്ട് നേരത്തെ പോയിട്ട് അയാളവിടെ കാണാൻ പറ്റില്ലായിരുന്നു. അയ്യോ
ഇങ്ങനെ പിക്കാസും. നീ മിണ്ടി പോരുത് എൻ്റെ അടുത്ത്. ആ യാത്രയൊക്കെ സുഖമായിരുന്നു അച്ഛാ? ഓ റോഡൊന്നും അത്ര പോരാ. ടാപ്പിങ് കഴിഞ്ഞ് നേരെ വരണ വഴിയാ. ഏ? എത്ര നാളായി മാമ കണ്ടിട്ട്, കയറി വരണം. എടാ മരുമോനെ, നീ ആളാകെ അങ്ങ് മാറിപ്പോയല്ലോ. ഇത്തിരി വണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ കൊണ്ടാണ് മാമ. ടെൻഷൻ വന്ന വണ്ണം കൂടും. വണ്ണം കൂടുമെന്നാണോ പറഞ്ഞേ? ഞാൻ വണ്ണം കുറഞ്ഞെന്നാണ് കേട്ടെ. ഇത് കൊള്ളാലോ ഋഷികേശേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം കുഞ്ഞുണ്ണി. ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ സുധാകരനില്ലേ, ഇവിടുത്തെ പിക്കാസ് എടുത്തോണ്ട് ഒരു നാശമായി കൊണ്ടുവച്ചിരിക്കുക. അതാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് വിശേഷം. ഈ സുധാകരന്റെ ഒരു കാര്യം. ആരാ ഈ സുധാകരൻ? ഓ, ഒരു ഗുണമില്ലാത്തൊരു അയൽവാസിയാ. നിന്റെ അയൽവാസിയൊക്കെ ഇങ്ങനെ തന്നെ. ഓ, വരണവരും പോണവരും ഒക്കെ ഇങ്ങനെ തന്നെ അമ്മാവാ. മോളെ ഭയങ്കര നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നടി? ദൈവം സഹായിച്ച് നന്നായിട്ട് പോകുന്നു. നിന്റെ പഴയ പരിപാടി തന്നെയൊക്കെ തന്നെടാ. ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെന്ത്? ഉണ്ടായിരുന്ന മണീശൻ പരിപാടി അങ്ങ് നിന്ന്. നല്ല കാര്യം. കഴിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇങ്ങോട്ട് വരുമല്ലേ, ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതും കൂടെ അങ്ങ് കഴിക്കണം. ഞാന് ബഹുമാനം ഒക്കെ ഉള്ള ഒരു വരുമാനാണ്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ മരുമോനെ. മക്കളെ സുഖം തന്നെടാ. മോനെ, അപ്പൂപ്പം വീട്ടിൽ ഇരുന്നുണ്ടാക്കിയ ഓലപ്പീപ്പിയാ. അടിച്ചോണ്ടിരുന്നോണം. ശബ്ദം കുറഞ്ഞു, കാറിലിരുന്ന് തണുത്തതാ. പിടിച്ചോ. അപ്പൂപ്പ സുഖം അപ്പൂപ്പ. കൊറേ നേരം കൊണ്ട് അപ്പൂപ്പനെ കാത്തിരിക്കായിരുന്നു. അല്ല, നമ്മുടെ ശിവനോടെ? ശിവേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. സത്യം പറയാമല്ലോ, അവനുണ്ടെങ്കിൽ ഒരു മൂടുള്ളൂ, പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ. അതില് പൈങ്കിളി തൊട്ട് മോശമല്ല അല്ലേ മോളെ? ആണോടി? എങ്കിൽ പിന്നെ സംസാരിച്ച് നിൽക്കാതെ എല്ലാരും കൂടെ അകത്തോട്ട് നടക്കുക. വരിക. ഞങ്ങളുടെ വലിക്കുന്ന നിക്കറ എവിടെ നിന്ന് കിട്ടിയത്? ഏത് പോലത്തെ തമ്പുരായി? എനിക്കറിയാം.